ഭൂട്ടാൻ വാഹനക്കടത്തിൽ നടന്മാരുടെ വീടുകളിൽ കസ്റ്റംസ് റെയ്ഡ്. പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ പരിശോധന നടക്കുകയാണ്. ഇടനിലക്കാർ വഴി നികുതി വെട്ടിച്ച് വാഹനങ്ങൾ കടത്തിയതുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന വ്യാപകമായി റെയ്ഡ് നടക്കുന്നത്. ഓപ്പറേഷൻ നുംകൂർ എന്ന പേരിലാണ് പരിശോധന. വിവരങ്ങൾ ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്ന് നൽകും. ജിജീഷ്, ഏതാണ്ട് 1.25 മണിക്കൂറായി ഈ വളരെ നിർണായകമായിട്ടുള്ള പരിശോധന കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ട് ഇപ്പോഴും ഈ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണോ? പ്രത്യേകിച്ച് നടന്മാരായിട്ടുള്ള ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും വീടുകളിൽ നടക്കുന്ന പരിശോധനയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ജിജീഷ്? ഗൗതം പറഞ്ഞതുപോലെ വളരെ നിർണായകമായ ഒരു പരിശോധനയിൽ തന്നെയാണ് കസ്റ്റംസ് സംഘമുള്ളത്. നികുതി വെട്ടിപ്പിന്റെ വലിയ തോതിലുള്ള വാഹനങ്ങളുടെ പേരിലുള്ള നികുതി വെട്ടിപ്പിന്റെ കൃത്യമായ തെളിവുകൾ കണ്ടെത്തിയ ശേഷം തന്നെയാണ് കസ്റ്റംസ് ഒരേ സമയം 30ഓളം കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈറ്റിലയിലുള്ള എളംകുളത്തുള്ള ദുൽഖർ സൽമാന്റെ വീടിന് മുന്നിലാണ്. ഇവിടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി പരിശോധനയ്ക്ക് എത്തിയിരിക്കുന്നു. അവരുടെ ഉദ്യോഗസ്ഥർ കൂടി പരിശോധനയ്ക്ക് കസ്റ്റംസ് വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഇവരുടെ കൈവശമുള്ള ഈ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു നടപടിയിലേക്ക് തന്നെയായിരിക്കും കടക്കുക. നികുതി വെട്ടിച്ചു കൊണ്ടുവന്ന വാഹനങ്ങൾ എന്ന കാര്യം അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൂട്ടാനിൽ നിന്നാണ് ഇത്തരത്തിൽ നികുതി വെട്ടിപ്പ് നടത്തി കേരളത്തിലേക്ക് വാഹനങ്ങൾ, ഇന്ത്യയിലേക്ക് ഇത്തരത്തിൽ വാഹനങ്ങൾ എത്തിച്ചിരിക്കുന്നത്. നികുതി ഒഴിവാക്കി വാഹനങ്ങൾ എത്തിച്ചതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നു. ആദ്യം GST വിഭാഗം ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം ആരംഭിച്ചു, പരിശോധനകൾ നടത്തി. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് കസ്റ്റംസിന്റെ പരിശോധനകൾ കൂടി ഇപ്പോൾ നടക്കുന്നത്. വിവിധ കാർ ഷോറൂമുകളിലടക്കം ഇത്തരത്തിൽ പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാർ ഷോറൂമുകളിൽ ഒപ്പം ദുൽഖർ സൽമാന്റെയും വീട്ടിലും പൃഥ്വിരാജിന്റെ വീടുകളിലും എല്ലാം തന്നെ പരിശോധനയ്ക്ക് അന്വേഷണ സംഘം എത്തിയിരുന്നു. എന്നാൽ പൃഥ്വിരാജിന്റെ വീട്ടിൽ ആ വാഹനം കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് അന്വേഷണ സംഘം അവിടെ നിന്ന് തിരിച്ചുപോയി. എന്നാൽ പരിശോധനകൾ തുടരും എന്ന കാര്യമാണ്. മാത്രമല്ല, ഇവരിൽ നിന്ന് വിശദമായ ഒരു വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. കാരണം വലിയ അന്വേഷണ ഇതുമായി ബന്ധപ്പെട്ട് ഏജന്റുമാരുടെ ഒരു ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനാ മാത്രമായി പ്രവർത്തിക്കുന്ന നിരവധി ഏജന്റുമാരുണ്ട്. ഇത്തരത്തിൽ നികുതി വെട്ടിപ്പിലൂടെ പ്രമുഖരായ ആളുകൾക്ക് വാഹനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കൈമാറ്റം ചെയ്യുന്നു, രജിസ്ട്രേഷൻ ചെയ്തു നൽകുന്നത്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ വലിയ പരിശോധനകളും അന്വേഷണങ്ങളും ആരംഭിച്ചിരുന്നു. കൂടുതൽ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ദുൽഖർ സൽമാന്റെ വീട്ടിൽ കൂടി അന്വേഷണ സംഘം കസ്റ്റംസും അതേ സമയത്ത് തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ കൂടി പരിശോധനകൾ നടത്തുന്നത്. മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് നേരത്തെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കസ്റ്റംസ് ശേഖരിച്ചിരുന്നു. കാരണം ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൂർണ്ണമായും മോട്ടോർ വാഹന വകുപ്പിന്റെ കൈവശമാണുള്ളത്. ആ വാഹനത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പരിശോധിച്ചു. അത് പരിശോധിച്ചതിന് ശേഷമാണ് അന്വേഷണ സംഘം റെയ്ഡിന് എത്തുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, മറ്റ് ഈ ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നു. ചില വ്യവസായികളെ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 30 ഇടങ്ങളിൽ പരിശോധനകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു. ദുൽഖറിന്റെയും പൃഥ്വിരാജിന്റെയും വീടുകളിൽ മാത്രമല്ല, മറ്റ് ചില വ്യവസായ പ്രമുഖരുടെ അടക്കമുള്ള വീടുകളിൽ ഇതിൽ നടക്കുന്നുണ്ട്. ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനങ്ങളുണ്ട്. അവിടെ പുതിയ വാഹനങ്ങൾ തന്നെ, അത് ഉപയോഗിച്ച വാഹനങ്ങളാണ്, സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളാണ് എന്ന നിലയിൽ എത്തിച്ച് അതിൽ വലിയ നികുതി വെട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. എങ്ങനെയാണോ പോണ്ടിച്ചേരിയിലടക്കം നികുതി വെട്ടിപ്പുകൾ നേരത്തെ സമാനമായ നികുതി വെട്ടിപ്പുകൾ നടന്നത്, അതേ രീതിയിൽ തന്നെയുള്ള നികുതി വെട്ടിപ്പുകൾക്ക് തന്നെയാണ് ഇവിടെയും സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന അന്വേഷണ സംഘത്തിന് വ്യക്തമായതോടുകൂടിയാണ് ഈ ഒരു റെയ്ഡിലേക്കും പരിശോധനയിലേക്കും എല്ലാം കടക്കുകയും ഇപ്പോഴും ആ പരിശോധനകൾ തുടരുകയും ചെയ്യുന്നത്. ജിജീഷ്, ഭൂട്ടാൻ സൈന്യം ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളും മറ്റുമാണ് ഇവിടേക്ക് കടത്തിയിരിക്കുന്നത്. ആദ്യം ഇത് ഹിമാചൽ പ്രദേശിലെത്തി അവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം പിന്നീട് കേരളത്തിലേക്ക് കടത്തുകയായിരുന്നു. കേരളത്തിൽ പ്രമുഖ വ്യക്തികളാണ് ഈ വാഹനം മേടിച്ചവരിൽ ഭൂരിപക്ഷവുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതൊരു വലിയ റെയ്ഡിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതായത് പൃഥ്വിരാജിലും ഈ ദുൽഖർ സൽമാനിലും ഒതുങ്ങാതെ സിനിമാ രംഗത്തേക്കൊക്കെയുള്ള പല പ്രമുഖരുടെയും വസതികളിലേക്ക് വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഈ കസ്റ്റംസിൻ്റെയോ അതല്ലെങ്കിൽ മറ്റ് ഏജൻസികളുടെയോ ഉദ്യോഗസ്ഥരെത്തും എന്ന് തന്നെ വേണമല്ലോ മനസ്സിലാക്കാൻ ജിജീഷ്. ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഈ 2-3 പേരിൽ ഒതുങ്ങുന്ന ഒരു അന്വേഷണമല്ല ഇക്കാര്യത്തിൽ നടക്കുന്നത്. കാരണം ഈ ഏജന്റുമാരുടെ ഒരു കണ്ണികളാണെങ്കിലും അല്ലെങ്കിൽ അവരിൽ നിന്ന് ഇത്തരത്തിൽ വാഹനങ്ങൾ വാങ്ങിക്കൊണ്ട് വലിയ നികുതി വെട്ടിപ്പ് നടത്തിയ ആളുകളെ സംബന്ധിച്ചാണെങ്കിലും എല്ലാം തന്നെ നിരവധി ആളുകൾ ഇതിൻ്റെ പല തരത്തിൽ പങ്കാളികളായിട്ടുണ്ട്. അത് ഏജന്റുമാരായിട്ടും മറ്റ് തരത്തിൽ ഈ വാഹനങ്ങൾ വാങ്ങുന്നതിന് സഹായങ്ങൾ നൽകിയ ആളുകളായിട്ടും നികുതി വെട്ടിക്കുന്നതിന് കൂട്ടുനിൽക്കുന്നവരായിട്ടും എല്ലാം തന്നെയുള്ള വലിയ ഒരു കണ്ണികൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ
വിശദമായ അന്വേഷണത്തിലേക്ക് തന്നെയാണ് കസ്റ്റംസ് നിലവിൽ കടക്കുക. കസ്റ്റംസ് പ്രിവൻറ്റീവ് വിഭാഗം കടക്കുക. കാരണം കസ്റ്റംസ് പ്രിവൻറ്റീവ് വിഭാഗം ആദ്യം GST വിഭാഗത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പരിശോധനകളും പ്രാഥമികമായ അന്വേഷണവും എല്ലാം തന്നെ പൂർത്തിയാക്കിയിരുന്നു. ആ അന്വേഷണവും പ്രാഥമികമായ പരിശോധനകൾക്കും ശേഷമാണ് ഒരു വ്യാപകമായ റെയ്ഡിലേക്ക് അല്ലെങ്കിൽ ഒരേ ദിവസം തന്നെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല കേന്ദ്രങ്ങളിൽ നടത്തുന്ന ഒരു പരിശോധനയിലേക്ക് അന്വേഷണ സംഘം മാറുന്നത്. ആ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചില വാഹനങ്ങൾ ഇതിനിടയിൽ മാറ്റിയതായ സംശയങ്ങളുണ്ട്. അത് സംബന്ധിച്ചും എല്ലാം തന്നെ പരിശോധനകളും അന്വേഷണവും നടക്കുന്നു. മോട്ടോർ വാഹന വകുപ്പിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ വാഹനങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചത്. ഇവിടെയുള്ള വാഹനങ്ങളുടെ വിശദാംശങ്ങൾ അത് നേരിട്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പ് കൂടി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ GST വകുപ്പിന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് നിരവധി ആളുകളുടെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും വാഹനങ്ങൾ ഇത്തരത്തിൽ ഹിമാചലിലടക്കം എത്തിച്ച് അവിടെ നിന്ന് തിരിച്ച് കേരളത്തിൽ കൊണ്ടുവരുന്ന ഒരു രീതി അത് വ്യാപകമായി തന്നെ നടന്നു എന്ന് മനസ്സിലാക്കിയുള്ള പരിശോധനകളിലേക്കും എല്ലാം തന്നെ കടന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു വ്യാപകമായ റെയ്ഡ് തന്നെയാണ് ഇപ്പോഴും ഇവിടെ പുരോഗമിക്കുന്നത്. ഏതാണ്ട് മണിക്കൂറുകൾ നീളുന്ന അല്ലെങ്കിൽ നീളുന്ന ഒരു പരിശോധനയ്ക്ക് തന്നെയാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. നേരത്തെ വാഹനങ്ങളുടെ RC രേഖകളടക്കം രജിസ്ട്രേഷൻ രേഖകളടക്കം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. അത് പൂർണ്ണമായും തന്നെയുള്ള പരിശോധനകൾ നടത്തി ചില ആളുകളിൽ നിന്ന് പ്രാഥമികമായ വിവരശേഖരണം അന്വേഷണ സംഘം നടത്തി. ആ വിവരശേഖരണത്തിനും പരിശോധനകൾക്കും എല്ലാം തുടർച്ചയായിട്ട് തന്നെയുള്ള റെയ്ഡുകൾ നടക്കുന്നു. ഈ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന അടക്കമുള്ള കടുത്ത നടപടികൾ തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന ഒരു കാര്യം തന്നെയാണ് അന്വേഷണ സംഘം നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത്. കാരണം ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് കൊണ്ടുവരുന്ന വാഹനങ്ങൾ കൈവശം വയ്ക്കാൻ കഴിയുകയില്ല. അത് സംബന്ധിച്ച് വിശദീകരണങ്ങളോ മറുപടികളോ കൃത്യമല്ല എന്ന് ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കുന്ന ഒരു നടപടിയിലേക്ക് തന്നെയായിരിക്കും കടക്കുക എന്ന കാര്യം കസ്റ്റംസ് പ്രിവൻറ്റീവ് വിഭാഗം ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ജിജീഷ്, ഇതിൽ മറ്റൊരു സംശയമുണ്ടാക്കുന്നത് എത്ര വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തി എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരുന്നുണ്ടോ? കാരണം നമുക്ക് ലഭ്യമാകുന്ന വിവരം ഏതാണ്ട് 150ഓളം വാഹനങ്ങൾ ഈ ഭൂട്ടാനിൽ നിന്നും ഹിമാചൽ പ്രദേശിലേക്ക് എത്തിക്കുകയും പിന്നീട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ കാറുകൾ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ കയറ്റി അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കേരളത്തിൽ എത്ര വാഹനങ്ങളാണ് എത്തിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ഇപ്പോൾ ഈ അന്വേഷണ സംഘം നമുക്ക് നൽകുന്നുണ്ടോ ജിജീഷ്? ഗൗതം, ഇത് സംബന്ധിച്ച് നിലവിൽ കൃത്യമായ ഒരു കണക്കുകൾ അന്വേഷണ സംഘം ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ എത്തിയിട്ടുണ്ട്, ആഡംബര കാറുകൾ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുള്ളത്. ഈ ഓപ്പറേഷൻ നുങ്കൂറിൻ്റെ ഭാഗമായി ഉള്ള പരിശോധനകൾ നടത്തിയതിൻ്റെ തന്നെ മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് നിരവധി വാഹനങ്ങൾ, അത് മലപ്പുറത്താണെങ്കിലും കോഴിക്കോട് ജില്ലയിലും കോട്ടയത്തുമെല്ലാം തന്നെ ഇത്തരത്തിൽ വാഹനങ്ങൾ വാങ്ങിയ ആളുകളുണ്ട്. ആ വാഹനങ്ങൾ ഇതിൽ പലതും അതേ രജിസ്ട്രേഷനിൽ നിന്ന് ഈ നികുതി വെട്ടിച്ച് ആരുടെ പേരിലാണോ രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത് അതേ ആളുകളുടെ പേരിൽ തന്നെ ഇപ്പോഴും തുടരുന്നു എന്നുകൂടി അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. കൊച്ചി, കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ എല്ലാം തന്നെ പരിശോധനകൾ നടന്നിരുന്നു, റെയ്ഡുകൾ നടന്നിരുന്നു. ആ ഭാഗങ്ങളിൽ ഇപ്പോഴും അതേ ആളുകളുടെ പേരിൽ തന്നെ വാഹനം ഉണ്ട് എന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ പൃഥ്വിരാജിൻ്റെ വീട്ടിലും കസ്റ്റംസ് സംഘം എത്തിയതും ഒപ്പം തന്നെ ദുൽഖർ സൽമാൻ്റെ വീട്ടിലും എല്ലാം തന്നെ പരിശോധനയ്ക്ക് എത്തുകയും ചെയ്തത്. വാഹനങ്ങൾ നിലവിൽ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ നികുതി വെട്ടിച്ച വാഹനങ്ങൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടില്ല. അത് കണ്ടുകിട്ടുന്നത് അനുസരിച്ച് പിടിച്ചെടുക്കുന്ന ഒരു നടപടി തന്നെയായിരിക്കും, അല്ലെങ്കിൽ കർശനമായ ഒരു നടപടി തന്നെയായിരിക്കും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഭൂട്ടാൻ പട്ടാളം ഉപയോഗിച്ച വാഹനങ്ങളടക്കം ഇത്തരത്തിൽ നികുതി വെട്ടിപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത് വലിയ തോതിലുള്ള ഒരു നികുതി വെട്ടിപ്പ് തന്നെയാണ് ആസൂത്രിതമായി തന്നെ നടത്തിയിരിക്കുന്നത്. നേരത്തെ പോണ്ടിച്ചേരി കേന്ദ്രീകരിച്ചെല്ലാം രജിസ്ട്രേഷൻ നടത്തി നികുതി വെട്ടിപ്പ് നടത്തുന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു എങ്കിൽ അത് ഭൂട്ടാൻ കേന്ദ്രീകരിച്ചു കൂടി നടക്കുന്ന രജിസ്ട്രേഷൻ തട്ടിപ്പിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകളുടെ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. വിശദമായ ഒരു പരിശോധനയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു റെയ്ഡിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. ഇത് ഹിമാചൽ പ്രദേശിലാണ് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം ചലച്ചിത്ര താരങ്ങളും വൻ വ്യവസായികളും അടക്കമുള്ള ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം
സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ വിലയിൽ വാഹനങ്ങൾ ലഭ്യമാക്കുക, കുറഞ്ഞ വിലയ്ക്ക് ആഡംബര വാഹനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പ്രധാനം. അത് നികുതി വെട്ടിച്ച് തന്നെയാണ് എന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വാഹനങ്ങൾ ഇവരെല്ലാം തന്നെ വാങ്ങാൻ തയ്യാറായത് എന്നും അന്വേഷണത്തിൽ തന്നെ മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് കടുത്ത നടപടിയിലേക്ക് ഈ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു നടപടിയിലേക്ക് പോകുന്നത്. കൂടുതൽ നടന്മാർക്ക് ഇതിൽ ഒരു പങ്കുണ്ട്, അല്ലെങ്കിൽ ഈ നികുതി വെട്ടിപ്പ്, വാഹനങ്ങളുടെ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് പങ്കാളിത്തമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ച് ഉള്ള പരിശോധനകൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ചക്കാലക്കലിന്റെ വീട്ടിലും ഈ കസ്റ്റംസിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം 3 ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് വലിയ പരിശോധന. അതിൽ മലപ്പുറം ജില്ലയിൽ ധാരാളം കാറുകൾ വിറ്റുപോയതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒപ്പം കോഴിക്കോട്, എറണാകുളം, ഈ 3 ജില്ലകൾ കേന്ദ്രീകരിച്ച് തന്നെയല്ലേ ഈ 30 ഇടങ്ങളിലായി പരിശോധന നടക്കുന്നത്? ജിജീഷ്, ഗൗതം, പ്രധാനമായും മലപ്പുറം, കോഴിക്കോട്, കൊച്ചി, ഒപ്പം തന്നെ കോട്ടയം ജില്ലയും കേന്ദ്രീകരിച്ച് തന്നെയുള്ള ഒരു പരിശോധന അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. ഈ 4 ജില്ലകളിൽ അതിൽ താരങ്ങളടക്കമുള്ള ആളുകൾ, വ്യവസായ പ്രമുഖരടക്കമുള്ള ആളുകൾ വലിയ വില കൊടുത്ത് അല്ലെങ്കിൽ വലിയ നികുതി വെട്ടിച്ച് ഇത്തരത്തിൽ വാഹനങ്ങൾ വാങ്ങിയതായി അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ വീടുകളിൽ തുടർച്ചയായ പരിശോധനകൾ നടത്തുന്നത്. ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ, ഇതിൽ ചില വാഹനങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് മറ്റാർക്കെങ്കിലും മറച്ചു വിറ്റിട്ടുണ്ടോ, മറ്റാരെങ്കിലും ആണോ ഈ ഇത്തരത്തിൽ വാങ്ങിയതിന് ശേഷം ഉപയോഗിക്കുന്നത് എന്ന കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ താരങ്ങളുടെ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലായി പുറത്തു വന്നിട്ടുള്ളതാണ്. ഇൻകം ടാക്സ് അടക്കമുള്ള വിഭാഗങ്ങൾ അക്കാര്യത്തിൽ പരിശോധനകൾ നടത്തിയിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിപ്പുകൾ ഇത്തരത്തിൽ നടത്തിയതായി വ്യക്തമായി. എന്നാൽ വാഹനങ്ങളുടെ പേരിലുള്ള ആഡംബര വാഹനങ്ങളുടെ മറവിലുള്ള തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ കൂടുതലായി പുറത്തു വരുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. അങ്ങനെ ലഭിച്ച സൂചനകൾ കൃത്യമായി അപഗ്രഥിച്ച ശേഷമാണ് അന്വേഷണ സംഘം ഒരേ സമയം 30 കേന്ദ്രങ്ങളിൽ പരിശോധന എന്ന ഏറ്റവും നിർണായകമായ ഒരു നടപടിയിലേക്ക് അന്വേഷണ സംഘം മാറുന്നത്, വിശദമായ ഒരു പരിശോധനയിലേക്ക് അന്വേഷണ സംഘം മാറുന്നത്. കസ്റ്റംസ് ആൻഡ് പ്രിവന്റീവ് വിഭാഗം ഈ വാഹനങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയിരുന്നു. ഇങ്ങനെ നികുതി വെട്ടിച്ചു കൊണ്ടുവന്ന വാഹനങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ആ പട്ടിക മോട്ടോർ വാഹന വകുപ്പിന് കൂടി കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ആ പരിശോധനകളുടെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിശദമായ അന്വേഷണവും റെയ്ഡും, വ്യാപകമായ റെയ്ഡിലേക്കും അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിന് ഡീലർമാർ, വാഹനങ്ങൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ എത്തിച്ചു നൽകുന്ന ഡീലർമാരെ സംബന്ധിച്ച് ഉള്ള അന്വേഷണവും വിപുലമാക്കിയിട്ടുണ്ട് അന്വേഷണ സംഘം. കാരണം സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വിൽപ്പന എന്ന പേരിലാണ് ഇങ്ങനെയുള്ള ഡീലുകളെല്ലാം തന്നെ നടത്തിയിരുന്നത്. പലപ്പോഴും വാഹനങ്ങൾ ഇടയ്ക്കിടെ നികുതി വെട്ടിക്കുന്നതിൻ്റെ ഭാഗമായി വാഹനങ്ങൾ ഇടയ്ക്കിടെ മാറ്റുന്ന ഒരു രീതി തന്നെയായിരുന്നു താരങ്ങൾക്കും വൻ വ്യവസായ പ്രമുഖർക്കും എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അങ്ങനെ കോടികളുടെ നികുതി വെട്ടിപ്പ്, രാജ്യത്തിന് ലഭിക്കേണ്ട നികുതി വെട്ടിച്ച് കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതി തന്നെയായിരുന്നു. ഇത് സംബന്ധിച്ച് വിവിധ അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പരിശോധനകൾ ഒരേ സമയം നടന്നു. നേരത്തെ ഇൻകം ടാക്സ് വിഭാഗം, ഒരേ സമയം തന്നെ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിൻ്റെയും GST വിഭാഗത്തിൻ്റെയും എല്ലാം തന്നെ പരിശോധനകൾ നടന്നിരുന്നു. അവരുടെ അന്വേഷണം വിപുലമായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ചുമതലയുള്ള കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം കൂടി ഇപ്പോൾ പരിശോധനയ്ക്ക് എത്തിയിരിക്കുന്നത്. ഈ വാഹനങ്ങൾ കണ്ടെത്താനോ അല്ലെങ്കിൽ അതിൻ്റെ രേഖകൾ പരിശോധിക്കുന്ന ഒരു നടപടിയാണ് പ്രധാനമായും പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ ഈ വാഹനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ശേഖരിക്കേണ്ടതുണ്ട്. അങ്ങനെ നികുതി വെട്ടിച്ച് കൊണ്ടുവന്ന വാഹനങ്ങളാണ് എന്ന് വ്യക്തമാകുന്നതോടുകൂടി അത് പിടിച്ചെടുക്കുക എന്ന കടുത്ത നടപടിയിലേക്ക് തന്നെ അന്വേഷണ സംഘം കടക്കും. കസ്റ്റംസ് വിഭാഗം കടക്കും. സാധാരണ നിലയിൽ ഇത്തരത്തിൽ നികുതി വെട്ടിപ്പുകളിൽ സ്വീകരിച്ചു വരുന്ന അതേ ഒരു രീതി അല്ലെങ്കിൽ അതേ ശിക്ഷാ നടപടികൾ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിപുലമായ ഒരു അന്വേഷണത്തിന് തന്നെയാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. ഒപ്പം ജിജീഷ്, ഈ വാഹനങ്ങളുടെ വില സംബന്ധിച്ചുള്ള ചില വിശദാംശങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം കേവലം 5 ലക്ഷം രൂപയ്ക്കൊക്കെയാണ് ഭൂട്ടാൻ പട്ടാളം ഈ വാഹനങ്ങൾ വിറ്റിരിക്കുന്നത്. അത് ഇങ്ങ് കേരളത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ 40 ലക്ഷത്തിന് മുകളിലേക്ക് അതിന് വില എത്തുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ എത്രത്തോളം വലിയ തട്ടിപ്പാണ് ഈ വ്യാജ രജിസ്ട്രേഷൻ ഉണ്ടാക്കി ഈ വാഹനം കടത്തിയതിലൂടെ ഈ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്?
ഗൗതം, ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ മാത്രം 45 മുതൽ 50 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ്, അത് നികുതി വെട്ടിപ്പ് മാത്രമല്ല, വലിയ തോതിൽ അല്ലെങ്കിൽ ഈ 5 ലക്ഷം രൂപയ്ക്കും 6 ലക്ഷം രൂപയ്ക്കുമെല്ലാം നൽകുന്ന ഭൂട്ടാൻ സൈന്യം നൽകുന്ന അതേ ആ വാഹനം, ഭൂട്ടാൻ പട്ടാളം നൽകുന്ന വാഹനം പിന്നീട് 45-50 ലക്ഷം രൂപയ്ക്ക് ഇവിടെ എത്തി വിൽപ്പന നടത്തുന്നു. ആ 50 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തുന്ന വാഹനം എന്ന് പറയുന്നത് 1 കോടിയോളം രൂപയും 80 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ വിപണി വിലയുള്ള വാഹനങ്ങളാണ് ഇത്തരത്തിൽ 50 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നത്. പൂർണ്ണമായും തന്നെ എല്ലാ ഇതിൻ്റെ ഇടനിലക്കാരായി പ്രവർത്തിച്ച ആളുകൾ മുതൽ താരങ്ങളടക്കം എല്ലാവരും ഇതിൻ്റെ ഒരു പങ്ക്, ലാഭത്തിൻ്റെ ഒരു പങ്ക് പറ്റിയിട്ടുണ്ട്, സാമ്പത്തിക ഇടപാടുകളുടെ ഭാഗമായിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അങ്ങനെ കോടികളുടെ ഇടപാടുകളും സാമ്പത്തിക തട്ടിപ്പുകളും നടന്നിരിക്കുന്നു. വിശദമായ ഒരു അന്വേഷണത്തിലേക്കും ചോദ്യം ചെയ്യലിലേക്കും തന്നെയാണ് ഇക്കാര്യത്തിൽ കടക്കുക. കാരണം ഈ പൃഥ്വിരാജിനെ ആണെങ്കിലും ഒപ്പം തന്നെ ദുൽഖർ സൽമാനെ ആണെങ്കിലും എല്ലാം തന്നെ കസ്റ്റംസ് വിഭാഗത്തിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവർക്ക് സമൻസ് നൽകി വിളിച്ചു വരുത്തി വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് തന്നെ കടക്കും. ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പും അവരുടെ തുടർ നടപടികൾ ശക്തമാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ഇത്തരത്തിൽ നികുതി വെട്ടിച്ച വാഹനങ്ങൾ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശക്തമായ ഒരു അന്വേഷണത്തിലേക്കും നടപടികളിലേക്കും കടക്കുകയും ചെയ്യുന്നുണ്ട്. ചെറിയ വിലയ്ക്ക് വാങ്ങുന്ന വാഹനങ്ങൾ, ഇത്തരത്തിൽ 4 ലക്ഷം രൂപയ്ക്കും 5 ലക്ഷം രൂപയ്ക്കും എല്ലാം വാഹനങ്ങൾ അവിടെ നിന്ന് അവരുടെ ഉപയോഗത്തിന് ശേഷം ആ വാഹനങ്ങൾ വാങ്ങുന്നു. പുതിയ വാഹനങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ എത്തിക്കുന്നത്. വളരെ കുറഞ്ഞ കാലയളവിൽ മാത്രം ഉപയോഗിച്ച വാഹനങ്ങളാണ് ഇത്തരത്തിൽ എത്തിക്കുന്നതും പിന്നീട് അത് കൈമാറ്റം ചെയ്യുകയും എല്ലാം ചെയ്യുന്നത്. വലിയ ഒരു നിര അല്ലെങ്കിൽ ഏജന്റുമാരുടെ, ഇടനിലക്കാരുടെ പ്രവർത്തനം ഇക്കാര്യത്തിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉണ്ട്. അത് മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേകമായി തന്നെ ഇടനിലക്കാരുടെ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർ തന്നെയാണ് പലപ്പോഴും കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ഡീലുകളെല്ലാം തന്നെ നിയന്ത്രിക്കുകയും ചെയ്തിരുന്നത്. ഓപ്പറേഷൻ നുംകൂറിൻ്റെ ഭാഗമായി വളരെ പ്രസക്തമായ റെയ്ഡ് ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, എറണാകുളം, കോട്ടയം എന്നീ ജില്ലകളിലെ 30 സ്ഥലങ്ങളിലായി പരിശോധന നടക്കുകയാണ്. നടന്മാരായ പൃഥ്വിരാജിൻ്റെയും അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ്റെയും വീടുകളിലും വളരെ നിർണായകമായ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ജിജീഷ് കരുണാകരൻ.